ഹലോ, ജയാസ് വെറൈറ്റി വ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് നല്ല എനിക്ക് പ്രയോജനം കിട്ടിയ എനിക്ക് റിസൾട്ട് നന്നായിട്ട് കിട്ടിയ ഒരേ ഒരു ടിപ്സ് ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം പ്രയോജനം ചെയ്യുന്ന കേട്ടോ. അതെന്നെ ഒന്ന് ചെയ്തു നോക്കണം. ചെയ്തു നോക്കിയെങ്കിലേ നമുക്ക് പ്രയോജനം കിട്ടുമല്ലോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്തു നോക്കണം. എങ്കിലേ നമുക്ക് എനിക്ക് പ്രയോജനം കിട്ടിയാൽ മാത്രമേ കാണിക്കത്തുള്ളൂ. പിന്നെ ആരെങ്കിലും പറഞ്ഞു തരുന്ന ടിപ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്തും കാണിക്കും. അത്രേ ഉള്ളൂ. അത് നിങ്ങളാണ് പറയേണ്ടത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നൊക്കെ. അപ്പം ഇന്ന് അതാണ് ഏറ്റവും മെയിൻ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രയോജനം കിട്ടിയ ടിപ്സാണ്. അത് എന്ത് ടിപ്സാന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും പ്രയോജനപ്പെടുത്താണ്. നമ്മൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പൺ പോർട്സ് എല്ലാ മനുഷ്യർക്കും ഉള്ള ഒരു കാര്യമാണ്. മിക്കവരുടെ മുഖത്തും ഉള്ള ഒരു കാര്യമാണ്. അതെങ്ങനെ അതിനെ തരണം ചെയ്യാം, അതെങ്ങനെ മാറ്റാം എന്നുള്ള ടിപ്സാണ്. എനിക്ക് പ്രയോജനം കിട്ടിയ ടിപ്സ് ഞാൻ കാണിച്ചു തരുന്നത്. പിന്നെ അതുമാത്രമല്ല, ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഉണ്ട് വീഡിയോയിൽ. അതായത് പാചക വിശേഷം, മെയിൻ 2 കാര്യങ്ങൾ നിങ്ങൾ കാണണം, അത് ചെയ്ത് നോക്കണം. അതുകൊണ്ട് പാചകത്തിൽ. അപ്പം വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ഒരു കാര്യം പറയേണ്ടത്, നമ്മുടെ വെള്ളപ്പൊക്കത്തിൻ്റെ വെള്ളം കുറച്ച് ഭാഗം വരെ അങ്ങ് ഇറങ്ങിപ്പോയി. പക്ഷേ ഇത്തവണ അങ്ങോട്ട് കയറിയിട്ട് പൂർണ്ണമായിട്ട് കടലൊന്നും ഉൾവലിക്കുന്നില്ലെന്നാണ് നമ്മുടെ ന്യൂസിലൊക്കെ പറയുന്നത്. അതായിരിക്കും മീനച്ചിലാറിൻ്റെ ചെന്ന് വീഴുന്നത് വേമ്പനാട്ടുകായലിലാണ്. വേമ്പനാട്ടുകായലിൽ നിന്നാണ് അറബിക്കടലിലോട്ടാണ്. അപ്പോൾ അവിടുത്തെ ആൾക്കാർ ഇങ്ങോട്ട് വലിച്ചെങ്കിലല്ലേ ഉള്ളൂ നമ്മുടെ ഇവിടുത്തെ വെള്ളം അങ്ങ് നീങ്ങത്തുള്ളൂ. പക്ഷേ അങ്ങോട്ട് ശരിയാവുന്നില്ല. ഇനി അടുത്തൊരു വെള്ളപ്പൊക്കത്തിനാണോ നമുക്കറിയത്തില്ല. അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോയേക്കാം. രാവിലെ നമുക്ക് ദോശയും സാമ്പാറും ചമ്മന്തിപ്പൊടിയാണ്. ഇപ്പം തന്നെ നമ്മുടെ പയറിനെ മെഴുക്കുരട്ടിക്ക് വേണ്ടി നമ്മുടെ പുതിയ ചട്ടിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് പാവയ്ക്ക കിച്ചടിക്ക് വേണ്ടി ഞാൻ അരിഞ്ഞു വെച്ചേക്കുവാണ്. വെളുത്തുള്ളി ഒരുക്കാൻ തയ്യാറായിട്ട് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇത്ര ഒരുക്കി ഒരു അച്ചാറിടാന്നും പറഞ്ഞാണ് ഇരിക്കുന്നത്. നമുക്ക് ഈ പാവയ്ക്ക ഒന്ന് വറുത്തങ്ങെടുത്തേക്കാം അല്ലേ. വറുത്തെടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. ഒത്തിരി വെളിച്ചെണ്ണയൊന്നും കോരി ഒഴിക്കണ്ട കേട്ടോ വറുക്കുന്നതിന്. നമുക്ക് ഇതിനെ ഒന്ന് നല്ലതായിട്ട് മൂപ്പിച്ചെടുക്കട്ടെ. അപ്പം നമ്മുടെ പാവയ്ക്കൊക്കെ നന്നായിട്ട് ഒത്തിരി അങ്ങ് മൂത്ത് പോകല്ലോ കേട്ടോ. ഇടയ്ക്ക് ഇച്ചിരി മൂത്തിട്ടുണ്ട്, എന്നാലും സാരമില്ല, ഇത്രയൊക്കെ മൂത്താൽ മതി. നമുക്കിനി നിർത്തി വെച്ചിട്ട് നമുക്ക് തേങ്ങ തിരുമാമ്പാം. അപ്പം എൻ്റെ കുളിയൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞു. നമ്മൾ കിച്ചടിക്ക് ഇവിടെ പാവയ്ക്ക വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, ചേട്ടൻ വന്നിട്ടില്ല. അതെല്ലാം ആക്കിയെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഇനിയിപ്പോൾ കിച്ചടിക്കുള്ള തേങ്ങ കിച്ചടി, പാവയ്ക്ക കിച്ചടി അറിയാൻ മേലാത്തവരെല്ലാം മുമ്പിലത്തെ ബെഞ്ചിൽ, ഫസ്റ്റ് ബെഞ്ച് ഒരു 5 പേർക്ക് ഒന്നിച്ചിരിക്കാം കേട്ടോ. അവരിൽ 5 പേര് ഒന്നിച്ചിരുന്നു. പിന്നെ ഇപ്പുറത്തെ 2 റോ ആയിട്ടാണ് ഇട്ടേക്കുന്നത്. ഇപ്പുറത്തെ സെക്ഷനിലും മുമ്പിൽ കയറി ഇരുന്നോണം അറിയാൻ മേലാത്തവർ കേട്ടോ. അപ്പം തേങ്ങ നന്നായിട്ട് അരയ്ക്കുക. നന്നായിട്ട് അരച്ചെടുത്തിട്ട് 2 പച്ചമുളകിനെ കടുകിനെയും കൂടെ ഈ തേങ്ങ അരച്ചെല്ലാം കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് തന്നെ 2 പച്ചമുളകും ശകലം കടുവും കൂടെ എടുത്തിട്ട് മാത്രം അരഞ്ഞു പോവല്ലേ, അടി വാങ്ങിക്കും. അപ്പം അങ്ങനെ ചെയ്തിട്ട് വരാം. അപ്പൊ നമ്മുടെ കിച്ചടിക്കുള്ള അരപ്പരച്ചു. ഇനി നമുക്ക് ഈ പാവയ്ക്ക മൂപ്പിച്ച് വെച്ചതിനെ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അല്ലാണ്ട് ഒത്തിരി ഇതായി പോകല്ലേ. കുറച്ചൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കണം. അതാണ് നല്ലത്. കാരണം അല്ലെങ്കിൽ ടേസ്റ്റ് ഇല്ല. അപ്പം നമുക്ക് അവനെ അങ്ങനെ ആക്കിയിട്ട് വരാം. അപ്പം നമ്മുടെ അരപ്പെല്ലാം അരച്ചെടുത്തു. ഒത്തിരി വെള്ളത്തിൽ ഇത് അരക്കല്ലേ കേട്ടോ. അരച്ചെടുത്തു. അപ്പം നമ്മൾ ഏതിനകത്താണോ വെക്കുന്നതെന്ന് വെച്ചാൽ അതിനകത്തോട്ട് നമുക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ശകലം വെള്ളമൊക്കെ ചേർത്ത്, ഒത്തിരി വെള്ളം കേട്ടോ, ഒത്തിരി ചേർക്കണ്ട, ഒത്തിരി വെള്ളവും ചേർത്ത്. കിച്ചടി എന്ന് പറയുമ്പോൾ ഒത്തിരി വെള്ളം ആവരുതല്ലോ. വെള്ളവും ചേർത്ത് പാകത്തിന് ഉപ്പും ചേർത്ത് നമ്മുടെ കരിവേപ്പില ഇട്ട്, കടുക് വറുക്കുമ്പോഴും കരിവേപ്പില ഇടണേ. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് ഇച്ചിരി മുൻപോട്ട് നിന്നാണ്. തൈര് ഒഴിക്കുമ്പോൾ പുളിപ്പിന്
ഉപ്പ് ഇച്ചിരി വേണമല്ലോ. ഇന്നലെ രസം ഉണ്ടാക്കിയപ്പം എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞു, ചേച്ചി ആ രസം ഉണ്ടാക്കി ഒന്ന് കാണിക്കാൻ മേലായിരുന്നു. ഞാൻ വിചാരിച്ചു രസം എല്ലാവർക്കും പത്രയല്ലേ വെക്കാം. അന്നേരം കാണിക്കാവോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഇനി വെക്കുമ്പോ കാണിക്കാം. നമ്മൾ അതൊക്കെ എളുപ്പമുള്ള കാര്യം. പെട്ടെന്ന് രസം. ചിലപ്പോ അതുങ്ങള് ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്ന പിള്ളേരായിരിക്കും, അതായിരിക്കും പെട്ടെന്നൊക്കെ അറിയാനൊക്കെ നല്ല ഇൻട്രസ്റ്റ് അല്ലേ അങ്ങനെയുള്ളവർക്കൊക്കെ ശരിക്കും പറഞ്ഞ. ഇനി കൈ കഴുകിയിട്ട് വരാം. ഇനി നമ്മുടെ ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. പുറത്തടുപ്പത്ത് വെക്കാം. ഇപ്പൊ നിങ്ങൾക്ക് കാണാം. നല്ല കടുക് വറുക്കുക. നമ്മുടെ പാവയ്ക്ക പൊടിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇതിനകത്ത് ഈ ചീനച്ചട്ടി എടുത്ത് വെച്ച നമ്മുടെ ഇത് തുടയ്ക്കുന്നതാണ്. വെള്ളം വരുമ്പോ ചീനച്ചട്ടി എടുത്ത് വെച്ച വെളിച്ചെണ്ണ ഒഴിച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ച് വറ്റലമുളകും ഇട്ട് കറിവേപ്പില ഇട്ട് കടുകും പൊട്ടിച്ച് വറ്റലമുളക് ഇട്ട നല്ല സാധനമൊക്കെ പോയത് കേട്ടോ. ഞങ്ങൾ ഇന്നലെ കഴിക്കാൻ പോയപ്പോഴത്തേക്കും ഞാൻ ലിസ്റ്റ് കൊടുത്തേച്ച് പോന്നു. അപ്പൊ കഴിക്കാൻ പോയപ്പോ തിരിച്ചു വന്നപ്പോ സാധനമൊക്കെ എടുത്ത് നമ്മുടെ വണ്ടിയെ തന്നെ കൊണ്ടുപോയി. എളുപ്പമുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ കറിവേപ്പിലയും ഇട്ട നമുക്ക് പൊട്ടട്ടെ. കടുക് പൊട്ടട്ടെ. ഒരു പ്രാവശ്യം കടുക് പൊട്ടി ഇവിടെ പോയി. ഇനി അടുത്ത കടുക് പൊട്ടാൻ നിൽക്കുകയാണ്. പൊട്ടട്ടെ. പിന്നെ ഇന്ന് ഞാൻ നോക്കട്ടെ ഹായ് പറയേണ്ടവർക്കെല്ലാം പറയാൻ കേട്ടോ. ഇന്ന് നമുക്ക് ഇനി ഇത് കഴിഞ്ഞിട്ട് കഴിച്ചിട്ട് ചേട്ടൻ കുളിക്കാൻ പോയിരുന്നു. കഴിച്ചിട്ട് നമുക്ക് വേറൊരു സാധനം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി അച്ചാർ പണ്ട് ഞാൻ ഇട്ടപ്പം ഒത്തിരി പേര് പറഞ്ഞു വെളുത്തുള്ളി അച്ചാർ ഇനി ഇടുമ്പോ കാണിച്ചു തരണമെന്ന്. നല്ല സൂപ്പർ അച്ചാറായിരുന്നു കേട്ടോ. എൻ്റെ അച്ചാറ് ഞാൻ തന്നെ പൊക്കുമല്ല, നല്ലതായിരുന്നു. അപ്പൊ ദേ കടുക് വറുത്തു. ഇത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുമ്പോഴേ ഇതൊക്കെ വന്നു. ഇനി തിരിച്ച് ഇതിനകത്തോട്ട് തന്നെ നിർത്തുക. നിർത്തിയിട്ട് തിരിച്ച് നമ്മുടെ ഈ എടുത്ത പാത്രത്തിലോട്ട് തന്നെ ഈ ചീനച്ചട്ടിക്ക് ഭയങ്കര ചൂടാ. ഈ ചീനച്ചട്ടിയുടെ ചൂട് കാരണം ഇന്നലെ എനിക്ക് നെയിൽ പോളിഷ് പോലും എടുക്കാൻ പറ്റില്ല. അത്ര ചൂടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് വെച്ച് കഴിയുമ്പോൾ ഒത്തിരി ഒട്ടും വെള്ളമില്ല, കട്ടയായിട്ട് വേണം തിളച്ച വെള്ളം ഒഴിക്കാം കേട്ടോ. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ പൊടിച്ചു വെച്ച് ഇതിനെ ഓട്ടിയിടുക. ഒത്തിരി പൊടിഞ്ഞു പോകരുത് കേട്ടോ. ഇച്ചിരി പൊടിഞ്ഞു പോയിട്ടുണ്ട്. കടിക്കണം. കൈ കൂടെ ഒന്ന് കഴുകട്ടെ. നല്ല വൃത്തിയില്ല അങ്ങോട്ട് ഇളക്ക് വെച്ചിട്ട് തൈര് എടുത്തോണ്ട് വരട്ടെ. തൈരോട് എടുത്തോണ്ട് വന്നിട്ട് ഫ്രിഡ്ജിനകത്ത് ഒറ്റ മിനിറ്റ്. ഇപ്പൊ നമ്മുടെ തൈര് എടുത്തോണ്ട് വന്നു. ഇത്രേ ഉള്ളൂ. ചേട്ടൻ ഇച്ചിരി വെച്ചിട്ട് നമുക്കങ്ങ് ഒഴിക്കാം. കാരണം മറന്നുപോയി തൈരൊക്കെ. ഇന്നിപ്പോ പാൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇത് മതിയല്ലോ. ഇന്നത്തെ കഴിച്ചാൽ മതി. ചേട്ടന് തൈരിലാണ് നമ്മുടെ കിച്ചടി കേട്ടോ. കിച്ചടിയാണ്. പാവയ്ക്ക കിച്ചടി. ഉപ്പും എല്ലാം ഉണ്ടോ എന്ന് നോക്കുക. ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിട്ട് വരാം.
അന്നേരം വെക്കണം. കൊണ്ടുവച്ചു. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ചിലപ്പോൾ ടേസ്റ്റ് ചെയ്ത ദിവസം ഞാൻ തിന്നു തീർക്കും. ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാം ഉണ്ട്. കാണിച്ചു തരാം. കയ്യും കഴുകി കാണിച്ചു തരാം കേട്ടോ. കണ്ടോ നമ്മുടെ പാവയ്ക്ക കിച്ചടി? കണ്ട നല്ല സൂപ്പറാട്ടോ. തൊടുകറിയായിട്ട് നമുക്ക് എടുക്കാം. കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ നമ്മുടെ പാവയ്ക്ക കിച്ചടി. ഇങ്ങനെയാണ് നമ്മൾ പാവയ്ക്ക കിച്ചടി വെക്കുന്നത് കേട്ടല്ലോ. അരികൊക്കെ വൃത്തിയാക്കട്ടെ. അറപ്പ ഇങ്ങനെ അരികിലൊക്കെ ഇങ്ങനെ പറ്റിയിരിക്കും. ചിലവരുണ്ട് ഇഡലി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ അതിനകത്തൂടെ ഒലിച്ച് ഇഷ്ടമേ ഇല്ല. അപ്പം തവിയെല്ലാം കഴുകി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് കാപ്പിയൊക്കെ കുടിച്ചിട്ട് വെളുത്തുള്ളി അച്ചാറിൻ്റെ കാര്യം നോക്കാം. അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിപ്പെല്ലാം കഴിഞ്ഞു. നമുക്ക് നമ്മുടെ അച്ചാറിനെ ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു പാന് അടുപ്പത്ത് വെക്കുന്നു. അച്ചാറിന് ഏറ്റവും നല്ലത് നല്ലെണ്ണ കേട്ടോ. എല്ലാവരും നല്ലെണ്ണ വേണം ഇതാക്കാൻ. അപ്പം നല്ലെണ്ണ വെച്ചു. ചൂടായിട്ട് നമുക്ക് കടുകിട്ട് കൊടുക്കാം. ചൂടാവട്ടെ, എന്നിട്ട് കാണാം. അപ്പം നമ്മുടെ നല്ലെണ്ണ അങ്ങോട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോ ചോപ്പ് ചെയ്തല്ല ഒരു 2 കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. എല്ലാം തീ കുറച്ച് മതിയെ. ഇഞ്ചിയെ പറ്റിട്ട് കൊടുക്കുക. പച്ചമുളക് ഇട്ട് കൊടുക്കുക. കരിവേപ്പില ഇട്ട് കൊടുക്കുക. കരിവേപ്പിലൊക്കെ ഇട്ട് വേറെ ഇട്ടോ കേട്ടോ. അപ്പം അത് നന്നായിട്ട് ചെറിയ തീക്കകത്ത് വേണം കേട്ടോ. ചെറിയ തീ വേണം. ഒരു 10 സെക്കൻഡ് മതി കേട്ടോ. ഒരു 10 സെക്കൻഡ് ആകുമ്പോഴത്തേക്ക് ഇതൊന്ന് വഴഞ്ഞു. ഒത്തിരി ഇതാവേണ്ട കാര്യമില്ല. സെക്കൻഡ് വഴറ്റി കഴിഞ്ഞിട്ട് മെസ്സേജ് വരണം. ഇഞ്ചി ഒത്തിരി ഇടല്ലോ. ഇഞ്ചി 2 കഷ്ണം മതി. ഞാൻ 1/2 കിലോ വെളുത്തുള്ളി വാങ്ങിച്ചായിരുന്നു. എല്ലാം ഒരുക്കി വരുമ്പോ അത്രയൊന്നും ഇല്ലല്ലോ. അപ്പൊ അതിനനുസരിച്ച് ഇഞ്ചി 2 കഷ്ണം എത്രയാണേലും മതി. പിന്നെ 2 പച്ചമുളകും കറിവേപ്പിലയും ഇതായി കഴിയുമ്പോ മതി. നമ്മുടെ കഴുകി വാരി വെച്ചേക്കുന്ന വെളുത്തുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് വഴറ്റുക. കുറച്ച് വഴറ്റിയിട്ട് നമുക്ക് കാണാം കേട്ടോ. സമയം വഴറ്റിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കുറച്ച് വഴറ്റുക. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയിട്ട് കാണാം. അപ്പം നമ്മുടെ വെളുത്തുള്ളി വെന്തെന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ അറിയാലോ. എനിക്കറിയത്തില്ലായിരുന്നു ആദ്യമൊന്നും കേട്ടോ. ഉള്ള കാര്യം പറയാം. ഞാൻ എന്നാന്ന് വെച്ചാൽ ഒരു വെളുത്തുള്ളിയെ ഇത് വെച്ച് ഇങ്ങനെ 2ആയിട്ട് കുത്തി നോക്കും. അപ്പൊ 2ആയിട്ട് പെട്ടെന്ന് ഇതാവുകയാണ് വെളുത്തെന്നർത്ഥം. വെന്തൂന്നർത്ഥം കേട്ടോ. വെന്തെന്ന് നോക്കുന്ന അങ്ങനെയാണ്. പിള്ളേർക്കൊന്നും അറിയത്തില്ലായിരിക്കുമല്ലോ. ഇത്രയും വലിയ മുതുക്കിക്ക് അറിയത്തില്ല. പിന്നെ ആ പിള്ളേർക്ക്, കൊച്ചു പിള്ളേരുടെ കാര്യം പിന്നെ പറയണം അല്ലെ. അപ്പൊ ഇത് വെന്തു കേട്ടോ. നന്നായിട്ട് വെന്തു. 2ആയിട്ട് മുറിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അത് വെന്തു. അത്രയും മതി കേട്ടോ. ഒത്തിരി ഇതാവണ്ടേ. അപ്പൊ അതിനകത്തോട്ട് ഇത്തിരി മഞ്ഞപ്പൊടി, ശകലം പേരിന് മഞ്ഞപ്പൊടി, പിന്നെ നമ്മുടെ ഉപ്പ് പൊടി,
പൊടി ആവശ്യത്തിന് നമുക്ക് പിന്നെ ചേർക്കാൻ വേണമെങ്കിൽ, പിന്നെ മുളക് പൊടി. ഇത് പിരിയമുളകില്ല കേട്ടോ, നിങ്ങൾക്ക് ഏതാ മുളക്, മറ്റേ മുളകിൻ്റെ ആണെങ്കിൽ ശകല ചേർക്കാവുള്ളൂ. ഇത് പിരിയമുളകാകുമ്പോൾ നമുക്ക് ഇച്ചിരി ഏറെ ചേർക്കാം. പിന്നെ കായപ്പൊടി, ആവശ്യത്തിന് കായപ്പൊടി, പിന്നെ നമ്മുടെ ശകല ഉലുവാപ്പൊടി. ഇത്രയും കൂടി ഇട്ട് നന്നായിട്ട് യോജിപ്പിക്കാം. നന്നായിട്ട് യോജിപ്പിച്ച് ഇച്ചിരി ഇതാവട്ടെ. ഇതിനകത്ത് നന്നായിട്ട് ഇതായതിന് ശേഷം കാണിച്ചു തരാം. ശർക്കരയും കൂടെ മുളക് പൊടി വേണേ. നോക്കണം കേട്ടോ, നിങ്ങൾക്ക് ആവശ്യത്തിന് മുളക് പൊടിയൊക്കെ നിങ്ങൾ തന്നെ ചേർത്തോണം. ഇതിൽ നമുക്ക് മനസ്സിലാക്കും. എരിവുള്ള മുളക് പൊടിക്കാരാണെങ്കിൽ ശകല എരിവുള്ള മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കുക കേട്ടല്ലോ. ചൂടായി കഴിയുമ്പോൾ നമ്മുടെ വിനാഗിരി ഒഴിക്കുക. നമ്മുടെ വിനാഗിരിയും കൂടെ ഒഴിക്കുക. എല്ലാവർക്കും അറിയാലോ ആ ആവശ്യത്തിന് ഇച്ചിരി വിനാഗിരി വേണമല്ലോ. ഇത്രേ ഉള്ളൂ വെളുത്തുള്ളി അച്ചാർ. എളുപ്പമല്ലേ? ആകെപ്പാടെ വെളുത്തുള്ളി ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു ഇത് മാത്രം, അല്ല ഒരുക്കുന്നതിൻ്റെ മാത്രം ഒരു ഇതേ ഉള്ളൂ. ഇച്ചിരി വിനാഗിരി കേട്ടോ, ഇച്ചിരി കുഴഞ്ഞിരിക്കണ്ടേ, ഭയങ്കര ചാറാവുമല്ലോ. കാണിച്ചു തരാം. കണ്ട നമ്മുടെ വെളുത്തുള്ളി അച്ചാർ റെഡി. സൂപ്പർ അച്ചാറാട്ടോ. ഒന്ന് 2 പ്രാവശ്യം ഇളക്കിയിട്ട് തീ ഓഫ് ചെയ്ത് ആറിയിട്ട് കുപ്പിയിലോട്ട് എടുത്തങ്ങ് വെക്കുക. കണ്ട സൂപ്പറല്ലേ നമ്മുടെ വെളുത്തുള്ളി അച്ചാർ. അങ്ങനെ നമ്മുടെ വെളുത്തുള്ളി അച്ചാർ റെഡിയായി. നമുക്ക് തീ ഓഫ് ചെയ്തേക്കാം. സൂപ്പർ അച്ചാർ കേട്ടോ. എല്ലാം സൂപ്പർ. ഇപ്പൊ എല്ലാവർക്കും വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കാൻ അറിയാലോ. ഇങ്ങനെ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പൊ എൻ്റെ ഉച്ച വരെയുള്ള ജോലികളെല്ലാം കഴിഞ്ഞു. അപ്പൊ ഞാൻ നേരത്തെ കുറെ ആൾക്കാർ ഹായ് തരണം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഞാനത് നോക്കിയിട്ട് പൊറോട്ട നോക്കിയിട്ടൊന്നും അതൊന്നും കാണുന്നില്ല. ഇനിയിപ്പം എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് ഒരു മനപ്രയാസം. 2-3 പേരുടെ മാത്രം കണ്ടു. നിതിൻ കൊച്ചൂസ് ചോദിച്ചിട്ടുണ്ട്, ചേച്ചിയുടെ വീട്ടിലെ നാടൻ കോഴിയാണോ, എനിക്കൊരു മുട്ട തരുമോന്ന്. എൻ്റെ പൊന്നുമകളെ, ഒരു മുട്ടയല്ല, എത്ര മുട്ട വേണേലും എൻ്റെ വീട്ടിൽ വന്നാൽ ഉള്ളതിൽ പങ്ക് ഞാൻ തന്നിരിക്കും. നമ്മുടെ നാടൻ കോഴി തന്നെ കേട്ടോ. പിന്നെ നമുക്ക് ഒരു അനിത സിറ്റിക്കുന്നല്ലേ ഒരു ഹായ് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനിതക്കുട്ടി ഹായ്. ചക്കര ഉമ്മ സുകുടുംബം. ഓ ചേച്ചി പറയണേ, എനിക്ക് 60 വയസ്സായ എന്നെ കുറിച്ചല്ലേ, എനിക്ക് വേണ്ടിയല്ലേ ഈ ഫേസ് ഒരു ഇത് കാണിച്ചില്ലായിരുന്നു ഞാൻ ഇതിടുന്നത് വെളുക്കാനുള്ള, എനിക്ക് വേണ്ടിയല്ലേ കാണിച്ചതെന്നൊക്കെ പറഞ്ഞു. ചേച്ചിക്ക് വേണ്ടി കൂടെ അല്ല, ചേച്ചിക്ക് 60 വയസ്സല്ലേ ഉള്ളൂ. എത്രയോ ആൾക്കാർക്ക് അതിലും വലിയ വയസ്സുണ്ട്. ഈ 60 വയസ്സൊന്നും അല്ല. ധൈര്യമായിട്ട് എടുത്ത് പ്രയോഗിച്ചോ. ചേച്ചിയാണെങ്കിൽ ആള് സ്ലിം ബ്യൂട്ടിയാ. എനിക്കറിയാവുന്നല്ലേ, ചേച്ചിയുടെ ചാനൽ ഞാൻ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന അടിപൊളി ചാനലാ. സ്ലിം ബ്യൂട്ടിയാ ചേച്ചി. എനിക്ക് ഇഷ്ടമാണ്. ചേച്ചിക്ക് അധികം മണ്ണോ ഇല്ല, നല്ല സ്റ്റൈലാ കേട്ടോ. അതുകൊണ്ട് ധൈര്യമായിട്ട് എല്ലാവരും, വയസ്സിനകത്തൊന്നും ഒരു കാര്യമില്ല. ഇനിയുള്ള കാലത്ത് എല്ലാവരും ഒരുങ്ങി അങ്ങ് നടക്കുക. ഇഷ്ടമുള്ള
ഡ്രസ്സുകളെല്ലാം നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്സുകൾ എന്ന് ഞാൻ പറയത്തുള്ളൂ കേട്ടോ. കാരണം അനാവശ്യമായിട്ടുള്ള ഇതൊന്നും നമുക്ക് വേണ്ട. ഇഷ്ടമുള്ള രീതിയിൽ ഒരുങ്ങുക, ഇഷ്ടമുള്ള കമ്മലുകൾ ഇടുക, എന്ത് വേണേലായിക്കോ. പിന്നെ ഒരു കോമാളിയായിട്ട് നമ്മൾ പോവരുത്, അത്രേ ഉള്ളൂ കേട്ടോ. എല്ലാവരും ഒരുങ്ങിക്കും നല്ല രീതിയിൽ. കുറച്ച് നാളൊക്കെ ഉള്ളൂ നമ്മുടെയൊക്കെ ജീവിതം, അതുകൊണ്ട് എല്ലാവരും ആഞ്ഞൊരുങ്ങിക്കോ കേട്ടോ. പിന്നെ രേണുക കെവി പാവം പറയുക എന്നോട്, ഇത്രയും വേണമായിരുന്നോ? എൻ്റെ മുഖത്ത് മുഴുവൻ കരിമംഗല്യത്തിൻ്റെ കറുത്ത പാട്, മുഖം മുഴുവൻ പാടാണ്. ഒരു പിന്നെ ഫോട്ടോയ്ക്ക് പോലും എനിക്ക് പോയി നിൽക്കാൻ മടിയാ ചേച്ചി. എൻ്റെ പൊന്ന് ചക്കരക്കുട്ടി, അങ്ങനൊന്നും പറയല്ലേ. എത്രയോ ആൾക്കാർക്ക് ഓരോ അംഗവൈകല്യത്തിന് കുഴപ്പമുള്ള ആൾക്കാരുണ്ട്. നമ്മളപ്പോൾ അതിൽ സന്തോഷിക്കണം. നമുക്ക് ഈ പാടൊന്നും ഒന്നുമല്ല. ഈ പാടിന് വേണ്ടി എന്തൊക്കെ ഞാൻ എൻ്റെ വ്ളോഗിനകത്ത് കാണിക്കുന്നുണ്ട്. അതൊക്കെ നോക്കിയിട്ട് നല്ല രീതിയിൽ എന്നും രാവിലെ എഴുന്നേറ്റ് തക്കാളിക്കകത്ത് ഇച്ചിരി തേനങ്ങോട്ട് എടുത്ത് ഒരു പീസയിലോട്ട് ഇങ്ങനെ ആക്കിയിട്ട് മുഖത്ത് പാടുള്ളിടത്തെല്ലാം തേച്ചുകൊണ്ടിരുന്നേ. നല്ല വ്യത്യാസം വന്നു. എൻ്റെ ചേച്ചിയുടെ മുഖത്ത് നല്ല പാടുണ്ടായിരുന്നു, മൂത്തേച്ചി കരിമംഗല്യത്തിന്. അതെല്ലാം മാറി കിട്ടിയില്ലേ? അതുപോലെ നോക്കണം. അരിപ്പൊടി ഒത്തിരി ടിപ്സ് ഞാൻ ഇട്ടിട്ടില്ലേ, അതെല്ലാം ഒന്ന് ചെയ്തേ. അതുകൊണ്ട് ഇത് സങ്കടപ്പെട്ട് ഫോട്ടോയ്ക്കൊക്കെ പോയി നിൽക്കുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അടി വാങ്ങിക്കും. കാരണം ഇങ്ങനെ ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല കേട്ടോ. കാരണം നമുക്ക് നമ്മുടെ അംഗവൈകല്യത്തിനൊന്നും ഒരു കുഴപ്പമില്ല, ദൈവം നമുക്ക് തന്നല്ലോ. ശരിയല്ലേ പറഞ്ഞേ? അതുകൊണ്ട് ഒന്നും ഇനി അങ്ങനെ പറയല്ലേ. ഞാൻ തന്നെ ഇന്നലെ എൻ്റെ വീഡിയോ എൻ്റെ വൃത്തികെട്ട കാലം എന്നൊക്കെ പറഞ്ഞ് എനിക്കിങ്ങോട്ട് കമൻറ്റ് വന്നു, അങ്ങനെ പറയല്ലേ, ഇതിലും ചീത്ത വേറെ ഓരോ ഇതൊക്കെ ഉള്ള. ശരിയാ, ഞാൻ സത്യമായിട്ടോ അപ്പോൾ അത് ഓർത്തു കേട്ടോ. നമ്മൾ അങ്ങനെ പറയല്ലേ ഒരിക്കലും. അതുകൊണ്ട് അതൊന്നും വിചാരിക്കണ്ട കേട്ടോ. ഉമാദേവിയാണെങ്കിൽ എപ്പോഴും ശരിയാട്ടാ. ഉമാദേവിയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറച്ചിലാണ്. ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ, ഭയങ്കര ഇഷ്ടമാണ്. താങ്ക്സ് കേട്ടോ, താങ്ക്സ്. ഭയങ്കര സപ്പോർട്ടാണ് എനിക്കറിയാം. പിന്നെ നമ്മുടെ ബിന്ദു ദിലീപ് അവരൊക്കെ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. ഇങ്ങോട്ട് എനിക്ക് ഓരോ ടിപ്സും തന്നിട്ടുണ്ട്. ഇനി ഒരു ടിപ്സ് തന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആ ചുമന്ന ഒരു പരിപ്പിൻ്റെ പറഞ്ഞില്ലേ, അത് ഞാൻ പോയില്ല. കടയിൽ ഇവിടെയൊക്കെ വെള്ളം കയറി കിടക്കുമല്ലോ. ഇന്നലെ തന്നെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ പോയി എല്ലാം മേടിച്ചത്. അതുകൊണ്ട് നമുക്ക് ഞാൻ സ്വന്തമായിട്ടൊക്കെ തന്നെ പോകുമ്പോഴല്ലേ അതിനെക്കുറിച്ച് അതൊക്കെ മേടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനിയും പറയാനുണ്ട് ഇഷ്ടംമാതിരി ആൾക്കാർക്ക്. ഹായ്, ഞാൻ പൊറോട്ട എടുത്ത് നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല. പുതുതായിട്ട് പ്ലീസ് ചേച്ചി ഇത്ര അഹങ്കാരിയാന്ന് വിചാരിക്കല്ലേ. അപ്പം ഇനി പറയാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്നത്തെ പ്രത്യേക വ്ളോഗെന്ന് പറഞ്ഞാൽ നമ്മൾ വെളുത്തുള്ളി അച്ചാർ വെച്ചു, പാവയ്ക്ക കിച്ചടിയും വെച്ചു. ഏറ്റവും ബെസ്റ്റ് ഒരു ടിപ്സ് എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ മെയിനായിട്ട് വന്നേക്കുന്നത്. കാരണം എൻ്റെ മോന് ഒരു മാസത്തോളമായി ഞാൻ അന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ പോഴ്സില്ലേ, ഓപ്പൺ പോഴ്സ്, അത് നിറച്ച് ഒരു സൈഡ് ഫുള്ളായിട്ട് കുറേ ഉണ്ട്. പണ്ട് ഇവന് മുഖക്കുരു വരുമായിരുന്നു. അപ്പം അതിൻ്റെ വലിയ പാടായിട്ട് അവൻ്റെ വീഡിയോ എടുത്ത് ഇതിനകത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും. അത് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ലക്ഷ്മി ചേച്ചിയുടെ വ്ളോഗിൽ നിന്ന് ഞാൻ കണ്ട് ആ ടിപ്സ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇന്നലെയും ചെയ്തു, ഇന്ന് രാവിലെയും കൂടെ ഞാൻ ചെയ്തിട്ടാണ് ഓഫീസിൽ വിട്ട്. ഇന്ന് രാവിലെയാണ് അവൻ ഓഫീസിൽ പോയത്. ഞാൻ പറഞ്ഞു, മോനെ 2-3 ദിവസം ഇവിടെ അടുപ്പിച്ച് നിന്നാലല്ലേ അമ്മയ്ക്ക് ഇതൊക്കെ ചെയ്തു തരാൻ പറ്റുള്ളൂ. അപ്പം അവന് ഈ ഇടയ്ക്ക് 3-4 ദിവസം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ അതായത് എനിക്ക് കുറേ ദിവസം അടുപ്പിച്ച് ചെയ്യാൻ പറ്റി. ഇപ്പോൾ ഒരു 2 ആഴ്ച കൊണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് മാറുമെന്ന്. പക്ഷെ 2 ആഴ്ച കൊണ്ടൊന്നും മാറത്തില്ല. ഇപ്പോൾ 1 മാസം അടുക്കാറാന്ന്. പക്ഷേ 1 മാസം ആകാറായപ്പം നല്ലതായിട്ടതാ ഇങ്ങനെ അതിൻ്റെ ആ വിസ്തൃതമായ ആ വട്ടം പോലത്തെ ഇത് അതടഞ്ഞു. അടഞ്ഞ് എന്നാ ചെയ്തതെന്ന് ഞാൻ പറയട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പെമ്പിള്ളേർക്ക്, കൊച്ചു പെമ്പിള്ളേർക്ക് മുഖക്കുരു ഒക്കെ എനിക്കുണ്ടായിരുന്നു പണ്ട് ഇവിടെ. ഇപ്പോഴും 1-2 കൊണ്ട് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. അതൊക്കെ ഉണ്ട്, എല്ലാവർക്കും ഉള്ള കാര്യങ്ങൾ. ചിലവർക്കത് കൂടിയിരിക്കും. ഈ ത്വക്കിനകത്തെ രോമകൂപങ്ങളാണ്, അത് ഇങ്ങനെ വികസിക്കും. ചിലവരുടെ ഇതിങ്ങനെ ചിലവർക്ക് ഈ അഴുക്കൊക്കെ കൂടിയിരുന്ന് അങ്ങനെ വരും, മുഖക്കുരു വന്നിട്ട് വരും. പല രീതിയിൽ ഇത് വരും കേട്ടോ. അതിനുള്ള ഒരേ ഒരു ടിപ്സ് അടിപൊളി 2 രാവിലെ എഴുന്നേൽക്കുമ്പോഴേ നമ്മളും ചെയ്യണം. രാവിലെ എഴുന്നേൽക്കുമ്പോഴേ മുഖമെല്ലാം കഴുകിയിട്ട് ഐസ് ക്യൂബ് എടുത്ത് മുഖത്താകപ്പാടെ നമ്മൾ തേക്കുക. ഞാനിപ്പോൾ അതും തുടങ്ങിയിട്ടുണ്ട്. എനിക്കറിയത്തില്ല ഞാൻ എന്തൊക്കെയാ കാണിക്കുന്നതെന്ന്. ചെയ്യാവുന്നൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. ഐസ് ക്യൂബ് എടുത്ത് മുഖം മുഴുവൻ ഇങ്ങനെ ചെയ്യുമ്പോൾ മുഖത്തൊരു കുളിർമ, നല്ല രക്തഓട്ടം, ബ്ലഡ് സർക്കുലേഷൻ മുഖത്തൂടോടും. അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മുഖം കണ്ടാൽ അറിയാം മുഖക്കുരു ഉണ്ടാവത്തില്ല. ഇനി നമുക്ക് വയസ്സാം കാലത്ത് മുഖക്കുരു ഒന്നും വരത്തില്ലായിരിക്കും. പക്ഷെ എനിക്ക് ഇന്നാൾ വരെ വന്നായിരുന്നു കേട്ടോ. എൻ്റെ പാരമ്പര്യം അവനും കിട്ടിയിരുന്നത്. അത് അതിനൊക്കെ നല്ലതാണ് ഐസ് ക്യൂബ് വെറുതെ എടുത്ത് തേക്കുന്നത്. പിന്നെ ഈ ഓപ്പൺ പോട്ട്സിന് പറയുന്നത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റിസൾട്ട് കിട്ടിയത് കൊണ്ട് ഞാൻ പറയാം. എൻ്റെ മോന് റിസൾട്ട് കിട്ടി. ഇനി അടുത്ത ദിവസം വരാനും കാത്തിരിക്കുക. ഞാൻ ഇനി അടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗ്രീൻ ടീ ഇല്ലേ,
ഗ്രീൻ ടീ മേടിച്ചിട്ട് 3 പാക്കറ്റ്, ഞാനെടുത്ത പാക്കറ്റിന്റെ ആയിരുന്നു, പാക്കറ്റ് ഗ്രീൻ ടീ വാങ്ങിച്ചിട്ട് 3 കവറ്, ഒറ്റ ഗ്ലാസ്, 1.5 ഗ്ലാസ് വെള്ളം എടുക്കുക, അതിനകത്തോട്ട് ഗ്രീൻ ടീ ഇടുക. ഞാൻ പറയട്ടെ, ഇത് 1.5 ഗ്ലാസ് വെള്ളം, ഇത് ഗ്രീൻ ടീ. ഈ 1.5 ഗ്ലാസ് വെള്ളത്തിലോട്ട് ഗ്രീൻ ടീ ഇടുന്നു, ഇത് അടുപ്പത്ത് വെക്കുന്നു, നല്ല രീതിയിൽ തിളപ്പിച്ച് 1 ഗ്ലാസോ 3/4 ഗ്ലാസോ ആക്കുന്നു, തിളപ്പിച്ച് അതിങ്ങോട്ട് മാറ്റി വെക്കുന്നു, തിളപ്പിച്ച് ചൂടാറുന്നു. അറിയതിന് ശേഷം ഫ്രീസറിൽ കൊണ്ട് നമ്മുടെ കട്ട ഇത് വെക്കത്തില്ലേ, ഐസ് ക്യൂബ്, അതിനകത്ത് ഓരോത്തിനകത്തും ഒഴിച്ച് വെക്കുന്നു. ഓരോ കട്ടയെടുത്ത് നല്ല രീതിയിൽ ഓപ്പൺ പോർസ് ഉള്ള ഭാഗത്തും മുഖത്തെല്ലാം തേക്കാം, ഒരു കുഴപ്പമില്ല കേട്ടോ, എല്ലാത്തിനും നല്ലതാ. നിങ്ങളുടെ സൗന്ദര്യം ഉണ്ടാവാനും മുഖത്തിന് നല്ല ഇത് വരാനും ആ ഓപ്പൺ പോർട്സിന്റെ ഭാഗത്ത് നന്നായിട്ട് ഇങ്ങനെ തേച്ച്, ഞാൻ കൊച്ചിന് ചെയ്ത് പറയുമായിരുന്നു, നന്ദുക്കുടനെ ചെയ്തിട്ട് മാറിയത് പറയുമായിരുന്നു, ഓപ്പൺ പോർട്സ് മാറി. ഇന്നലെ ഞാനൊക്കെ ചോദിച്ചിട്ടുണ്ട് ആൾക്കാര്, ഒത്തിരി നാൾ കൂടിയാണല്ലോ നീന്താൻ വന്നത്. അപ്പൊ നന്ദുവിന് ചെയ്ത് പറയുക മുഖത്തെ. അപ്പം ഗ്രീൻ ടീ ആ കട്ടയായിട്ട് ഇതെടുത്ത് നല്ല രീതിയിൽ നിങ്ങൾക്ക് കയ്യിൽ എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ കൈ തണുക്കുവേ. അപ്പൊ ഒരു തുണിക്കകത്താണെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിന്റെ ബനിയൻ കവറില്ലേ അതിനകത്താണെങ്കിലും മതി ഒന്ന് പിടിച്ച. ഞാൻ പ്ലാസ്റ്റിക്കിന്റെ ബനിയൻ കവറിനകത്തായിരുന്നു കേട്ടോ, ഇന്നലെ പിടിച്ചത് ടവലിനകത്താ. കാരണം ഇന്ന് അവൻ റെഡിയായി ഓഫീസിൽ പോകാൻ നല്ല ഷർട്ടൊക്കെ ഇട്ട് റെഡി ആയിരുന്നപ്പോഴാണ്. അപ്പൊ ഞാൻ എന്നാ ചെയ്തു, ബനിയൻ കവറിനകത്ത് പിടിച്ചു, അല്ലെ ഒളിച്ചിറങ്ങത്തില്ല അതിന്റെ നമ്മൾ ഐസ് ഉരുകുമ്പോ. അപ്പൊ നല്ല രീതിയിൽ ആ ഓപ്പൺ ബോർഡ്സ് ഉള്ള ഭാഗത്തെല്ലാം നന്നായിട്ട് തേക്കുക. കൊച്ചു കുഞ്ഞിന് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കൊച്ചു കുഞ്ഞിന്, ബിടെക്കുകാരൻ കുഞ്ഞുവാവയ്ക്ക് എന്നാ പറയാന, കാലം പോയ ഓക്കെ. അപ്പൊ ഇത് നന്നായിട്ട് തേക്കുക. തേച്ച് നന്നായിട്ട് ഒരു 10 മിനിറ്റ് ചെയ്യണം കേട്ടോ. ലക്ഷ്മി ചേച്ചി പറഞ്ഞേക്കുന്ന 10 മിനിറ്റ് ചെയ്യണമെന്ന്, അതേ രീതിയിൽ തന്നെയാണ് ഞാൻ പിന്തുടർന്നുകൊണ്ടിരുന്നത്. ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ ഈ ഓപ്പൺ പോർസ് ആയിട്ടുള്ള ആ ഭാഗം അടഞ്ഞ് നല്ല രീതിയിൽ അവന്റെ മുഖത്ത് ഇതായി. ഇനി ഒരു തരിയും കൂടെ ഉണ്ട്. അപ്പൊ അത് ഇനി എന്നും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് മൊത്തം പോയേനെ കേട്ടോ. ലക്ഷ്മി ചേച്ചി പറഞ്ഞ 2 ആഴ്ച എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. കാരണം എന്നാന്ന് വെച്ചാൽ ഇവന് ആഴ്ചയില് 2 ദിവസമല്ലേ എനിക്ക് കിട്ടുന്നുള്ളൂ. ഇപ്രാവശ്യം മാത്രമേ 3 ദിവസം 4 ദിവസം കിട്ടിയിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടത്തില്ലല്ലോ. അപ്പം ചേച്ചി പറഞ്ഞ കറക്റ്റ് ആയിരിക്കും, 2 ആഴ്ചക്കുള്ളിൽ തന്നെ മാറും. ഇതെന്താണേലും ഇപ്പൊ നന്നായിട്ട് മാറി. കുറച്ചും കൂടെ ഉണ്ട്, അടുത്ത ദിവസം വരുമ്പം അത് കംപ്ലീറ്റ് ആക്കും. എന്റെ വാശിയാണത്. അപ്പൊ നിങ്ങളെല്ലാം ഓപ്പൺ ബോർഡ്സ് ഉള്ളവർ ഇത് മാത്രം ചെയ്താൽ മതി. ആർക്കെങ്കിലും മുടക്കുണ്ടോ? ഒന്ന് ഐസ് ക്യൂബ് ആണെങ്കിലും മതി കേട്ടോ. അതിൽ ഒന്നുകൂടെ റിസൾട്ട് കിട്ടുന്നത് നമ്മുടെ ഇതിനാണ്. പിന്നെ നിങ്ങൾക്ക് ഇപ്പം ഇതൊന്നും മേടിക്കാൻ പറ്റിയില്ലെങ്കിൽ, ഗ്രീൻ ടീ വാങ്ങിക്കാൻ പറ്റിയ ഐസ് ക്യൂബ് എങ്കിലും വെച്ച് മാറ്റണം. അതല്ല ഇത് മേടിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് ഗ്രീൻ ടീ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആണല്ലോ എൻ്റെ വീഡിയോ, അല്ലേ? അല്ലെങ്കിൽ പറയണം കേട്ടോ, അല്ലെങ്കിൽ കമന്റ് ഇടണം. നിങ്ങൾക്ക് എല്ലാം ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് റിസൾട്ട് കിട്ടിയ കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയത്തുള്ളൂ. എനിക്ക് ശരിക്കും എൻ്റെ മുഖത്തൊക്കെ നല്ല വ്യത്യാസമുണ്ട്. പിന്നെ ആരോ ചോദിച്ചു, ചേച്ചി ഇതും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുഖത്ത് ഒത്തിരി എപ്പോഴും അങ്ങനെ നിൽക്കും? എപ്പോഴും ഒന്നും നിൽക്കത്തില്ല കേട്ടോ, ഉള്ള കാര്യം പറയാം. ആ ചെയ്യുന്ന ദിവസം നല്ല എഫക്റ്റാണ്, നല്ലതായിട്ട് വെളുത്തിരിക്കുവേ. പിറ്റേ ദിവസം ആകുമ്പോൾ ശകലം കുറയും, അതിന്റെ പിറ്റേ ദിവസം ആകുമ്പോൾ കുറച്ച് കുറയും. പിന്നെ സാധാരണ രീതിയിൽ അതിനുമേലുപരിയാണ് നമ്മുടെ മുഖം ഇരിക്കുന്നത്. കാരണം ആദ്യത്തേലും നല്ല കളറ് വരും നമ്മുടെ മുഖത്തിന്. എൻ്റെ അതൊക്കെ മാറി, കറുപ്പെല്ലാം മാറി ഇപ്പൊ ഇങ്ങനെ. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരുന്നിട്ടാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ വീഡിയോ? എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ നമുക്ക് നിർത്തിയാക്കാം, ഒത്തിരി സമയമായി. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊക്കെ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഇത് പോകാൻ സത്യം പറഞ്ഞാൽ തോന്നില്ല. പിന്നെ ഒരു എൻ്റെ പ്രായത്തിലുള്ളായിരിക്കുവേ, അയ്യോ അതിൻ്റെ പേര് മറന്നുപോയല്ലോ, മറ്റേ മോന് ഒക്കെ മരിച്ചു പോയതൊക്കെ ഒരു ചാനലുണ്ടല്ലോ, മ്യൂസിക്. അയ്യോ ഞാൻ മറന്നു കേട്ടോ, ചാനലിൻ്റെ പേര് മറന്നു. ഞാൻ സ്ഥിരം കാണുന്ന കേട്ടോ. പുള്ളിക്കാരി പാവം എൻ്റെ വീഡിയോ കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു സമാധാനം കിട്ടുന്നുണ്ടെന്ന്. എന്താന്ന് പറഞ്ഞാലും നമ്മുടെ ജീവിതത്തിലെ മറക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണത്. പക്ഷെങ്കിൽ നമ്മൾ അങ്ങനെ ഓർത്തിരുന്നാൽ നമുക്ക് ജീവിക്കണ്ടേ? നമ്മൾ അങ്ങനെ ഇതായി നമുക്ക് ജീവിതകാലം മുഴുവൻ സത്യം പറഞ്ഞാൽ സങ്കടം വരും. പക്ഷെ നമ്മൾ അതിനെ തരണം ചെയ്ത് നമ്മൾ മുമ്പോട്ട് ജീവിച്ച് മുന്നേറി വരിക കേട്ടോ. പിന്നെ നമുക്ക് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ.
ഞാൻ ചുമ്മാ ഉള്ള വീഡിയോ അല്ല ഇടുന്ന, എല്ലാവരും ചെയ്തു നോക്കണം കേട്ടോ. ചുമ്മാ ചെയ്യാതിരുന്നിട്ട് അത് കൊള്ളത്തില്ല ഇത് കൊള്ളത്തില്ലെന്ന് ആരും പറയില്ല. ഒരു സബ്സ്ക്രൈബർ പറഞ്ഞ് എൻ്റെ ചേച്ചി എനിക്ക് മുട്ടയും നാരങ്ങ നീര് മാത്രം മതി ചേച്ചിയുടെ, എൻ്റെ മുടി വളർന്നു, എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുടി വളർന്നു. എല്ലാവരും എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. സത്യം ഞാൻ പറയുകയാണെ, ഇത്ര സ്നേഹമുള്ള ഒരു ആൾക്കാരുണ്ടോ എന്ന് ഞാൻ സംശയിച്ചു പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഞാൻ നിർത്തുവാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. ടാറ്റാ.